ഇന്ത്യയുടെ വാഹന മേഖല വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ബദൽ ഇന്ധനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി E85, E100 ഇന്ധനങ്ങൾക്ക് രാജ്യത്ത് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2026 ജൂൺ 12-നാണ് ഇതിന് അനുമതി നൽകിക്കൊണ്ടുള്ള നിയമങ്ങളിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചത്. 2026 ഡിസംബറോടെ 500 പമ്പുകളിലേക്കും 2027ഓടെ 5000 പമ്പുകളിലേക്കും ഈ ഇന്ധനത്തിന്റെ ലഭ്യത വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് പരിസ്ഥിതിക്ക് ദോഷം കുറവാണെങ്കിലും ഇതിന്റെ നിർമ്മാണത്തിനായി വേണ്ട വിളകളുടെ ലഭ്യതയും ഫ്ലെക്സ് ഫ്യൂവലിൽ പ്രവർത്തിക്കാനായി പ്രത്യേകം നിർമ്മിച്ച വാഹനങ്ങൾ ആവശ്യമാണെന്നതും പോലുള്ള വെല്ലുവിളികളും E85, E100 ഫ്ലെക്സ് ഫ്യൂവലുകൾക്കുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ ഇന്ധന നയം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ സത്യം പറയട്ടെ പരിശോധിക്കും, ഫ്ലെക്സ് ഫ്യൂവൽ ആണോ ഭാവി ഇന്ധനം? ന്യൂഡൽഹിയിലെ ഹുസ റോഡിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും E85 എന്ന പുതിയ ഇന്ധനം ഇന്ത്യയിൽ ആദ്യമായി വാഹനങ്ങൾക്ക് ലഭ്യമാക്കാൻ തുടങ്ങിയത് ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഫോസിൽ ഇന്ധന ആശ്രിതത്വം കുറയ്ക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാനമായ നടപടിയായിട്ടാണ് ഇന്ത്യയിൽ E85 അവതരിപ്പിക്കപ്പെട്ടത്. സസ്യങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഒരുതരം ആൽക്കഹോൾ ആണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ എന്നറിയപ്പെടുന്നത്. കരിമ്പ്, ചോളം എന്നിവയിൽ നിന്നാണ് ഇന്ത്യയിൽ ഇത് പ്രധാനമായും വൻതോതിൽ ഉത്പാദിപ്പിച്ചു വരുന്നത്. ഇതൊരു പുതിയ കണ്ടുപിടുത്തമല്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ എഥനോൾ കലർത്തിയ പെട്രോൾ വാഹനങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. 1908-ൽ ഹെൻറി ഫോർഡ് തന്റെ മോഡൽ ടി കാറുകൾ എഥനോളിലോ പെട്രോളിലോ അല്ലെങ്കിൽ ഇവ രണ്ടിന്റെയും മിശ്രിതത്തിലോ ഓടിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ അക്കാലത്ത് വില കുറഞ്ഞ പെട്രോളിയത്തിന്റെ വരവോടെ എഥനോൾ പിന്തള്ളപ്പെട്ടു. പിന്നീട് 1970-കളിലും 1980-കളിലും ഉണ്ടായ ആഗോള എണ്ണ പ്രതിസന്ധിയെ തുടർന്ന് വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ബ്രസീലും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കാവുന്ന ഇന്ധനങ്ങളെക്കുറിച്ച് ഊർജിതമായി ഗവേഷണങ്ങൾ തുടങ്ങി. 1992-ൽ US കോൺഗ്രസ് എനർജി പോളിസി ആക്ട് പാസാക്കുകയും 85% വരെ എഥനോളും 15% പെട്രോളും അടങ്ങിയ മിശ്രിതത്തെ E85 എന്ന പേരിൽ ഔദ്യോഗികമായി ഒരു ബദൽ ഇന്ധനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1990-കളുടെ മധ്യത്തോടെ പ്രമുഖ ആഗോള വാഹന നിർമ്മാതാക്കൾ E85 ഇന്ധനത്തിന്റെ പ്രത്യേകതകൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഫ്യുവൽ വാഹനങ്ങൾ വൻതോതിൽ ഉത്പാദിപ്പിച്ചു തുടങ്ങി. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് E85 അല്ലെങ്കിൽ E100 ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ മലിനീകരണം കുറവാണ്. പെട്രോൾ, ഡീസൽ വാഹനങ്ങളിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങളാണ് പ്രധാനമായും പുറംതള്ളുന്നത്. എന്നാൽ E100, E85 ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇത്തരം ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ മലിനീകരണം ഗണ്യമായി കുറവായത് കാരണം വാഹനങ്ങളുടെ കാർബൺ ഫുട്പ്രിന്റ് ഗണ്യമായി കുറയുന്നു. അസംസ്കൃത എണ്ണയ്ക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാമെന്നതാണ് മറ്റൊരു നേട്ടം. E100 ഇന്ധനത്തിന്റെ വരവ് കാർഷിക മേഖലയ്ക്ക് വലിയ കുതിപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എഥനോൾ നിർമ്മാണത്തിനായി കരിമ്പ്, ചോളം പോലെയുള്ള വിളകളും വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങളും ആവശ്യമായി വരുന്നതിനാൽ ഇവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. സാധാരണ പെട്രോൾ വാഹനങ്ങളിൽ പക്ഷേ E85, E100 ഇന്ധനങ്ങൾ ഉപയോഗിക്കാനാവില്ല. ഉയർന്ന അളവിലുള്ള എഥനോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ എഞ്ചിനിലും ഇന്ധന പൈപ്പുകളിലും പ്രത്യേക മാറ്റങ്ങൾ വരുത്തി രൂപകൽപ്പന ചെയ്ത ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. രാജ്യത്ത് E85 പെട്രോൾ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതിയും ടാറ്റയും ടൊയോട്ടയും അവരുടെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഉടൻ നിരത്തിലിറക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോഴ്സ് ഫ്ലെക്സ് ഫ്യൂവലിൽ ഓടിക്കാവുന്ന 2 മോഡലുകൾ ജൂലൈ ആദ്യം വിപണിയിലെത്തിക്കും. പെട്രോളിനേക്കാൾ ലിറ്ററിന് 20 മുതൽ 30 രൂപ വരെ കുറവാണ് എഥനോൾ ഇന്ധനത്തിലുള്ളത്. നിലവിൽ ഡൽഹിയിൽ ലിറ്ററിന് 82.12 രൂപയും മുംബൈയിൽ 91.18 രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില. എന്നാൽ ഈ കുറഞ്ഞ വില ഉപഭോക്താവിന്റെ കീശയിൽ ലാഭമുണ്ടാക്കുമെന്ന് പറയാൻ കഴിയില്ല. എഥനോളിന്റെ ഊർജ്ജ സാന്ദ്രത പെട്രോളിനേക്കാൾ കുറവായതിനാൽ
മൈലേജിൽ 20 മുതൽ 30% വരെ ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. കൂടാതെ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിൻ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് സാധാരണ മോഡലുകളേക്കാൾ 7% മുതൽ 10% വരെ വില അധികം നൽകേണ്ടതുണ്ട്. നിലവിലെ പെട്രോൾ വിലയുടെ ഏകദേശം 70% നിരക്കിൽ എഥനോൾ പെട്രോൾ ലഭിച്ചാൽ മാത്രമേ ഉപഭോക്താക്കൾക്ക് ഇത് സാമ്പത്തികമായി ലാഭകരമാകൂ. നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 1 ലിറ്റർ എഥനോൾ ഉത്പാദിപ്പിക്കാൻ ഏകദേശം 3000-ഓളം ലിറ്റർ വെള്ളം ആവശ്യമാണ്. കുടിവെള്ളത്തിന് പോലും ക്ഷാമമുള്ള ഇന്ത്യയിൽ ജലക്ഷാമമുള്ള മഹാരാഷ്ട്ര, തെലങ്കാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കരിമ്പ് അധിഷ്ഠിത എഥനോൾ നിർമ്മാണം വ്യാപിപ്പിക്കുന്നത് വലിയ പാരിസ്ഥിതിക വിപത്തായി മാറിയേക്കാം. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക കുറവാണെന്ന ഒറ്റ കാര്യം പറഞ്ഞ് എഥനോളിനെ ഹരിത ഇന്ധനമായി വിശേഷിപ്പിക്കുന്നത് കാപട്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷി, അമിത ജലചൂഷണം, രാസവള പ്രയോഗം, സംസ്കരണം എന്നീ ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് പരിസ്ഥിതിക്ക് കടുത്ത ദോഷമാവും ഉണ്ടാക്കുക. അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ അന്തരീക്ഷ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാർക്ക് ഇസഡ് ജേക്കബ്സൺ നടത്തിയ ഗവേഷണ പ്രകാരം E85 കത്തുമ്പോൾ അസറ്റാൽഡിഹൈഡ് പോലുള്ള മാരകമായ രാസവസ്തുക്കൾ സാധാരണ പെട്രോളിനേക്കാൾ വളരെ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു എന്ന് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പഠനവും ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാണ്. ഈ ഇന്ധന നയത്തിന്റെ ഗുണഭോക്താക്കൾ സാധാരണക്കാരല്ല, മറിച്ച് കോർപ്പറേറ്റ് പഞ്ചസാര ലോബികളാണെന്ന ആരോപണവും ശക്തമാണ്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിന് മാനസ് അഗ്രോ പോലെയുള്ള എഥനോൾ ഉത്പാദന കമ്പനികളിലുള്ള ബിസിനസ് പങ്കാളിത്തം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരിതെളിച്ചിട്ടുണ്ട്. അച്ഛൻ നിയമമുണ്ടാക്കുന്നു, മക്കൾ പണമുണ്ടാക്കുന്നു എന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ വിമർശനം നയരൂപീകരണത്തിലെ സുതാര്യതയെയാണ് ചോദ്യം ചെയ്യുന്നത്. കരിമ്പ് കൃഷിയെ എഥനോൾ നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നീക്കം പഞ്ചസാര ലോബികളെ സഹായിക്കാനാണെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നു. ഹരിത ഇന്ധനം എന്ന പേരിൽ എഥനോൾ നിർമ്മിക്കാൻ കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ സബ്സിഡിയും നികുതി ഇളവും നൽകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഗുണം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം. ഇന്ധന സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനപ്പുറം വൻകിട വ്യവസായികളുടെ ലാഭക്കൊതിക്ക് ഭരണകൂടം കുടപിടിക്കുകയാണെന്ന ആക്ഷേപം ഈ നയത്തിന്മേൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്നു. E85, E100 ഇന്ധനങ്ങളും ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളും ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടു കഴിഞ്ഞു. നിലവിലെ ഇന്ധന വാഹന വിപണിക്ക് ഒരു ബദലായി അതിവിടെ നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷ്യവിളകളെ ഇന്ധനമാക്കുന്നതിന് പകരം കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന സെക്കൻഡ് ജനറേഷൻ അഥവാ 2G എഥനോൾ പദ്ധതികൾക്കാണ് സർക്കാർ ഊന്നൽ നൽകേണ്ടത്. അതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വേഗത്തിലാക്കുകയും ചെയ്യാം. കേവലം കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സുതാര്യമായ ബയോ എക്കണോമി മാതൃകയാണ് രാജ്യം കെട്ടിപ്പടുക്കേണ്ടത്. ഊർജ സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവെപ്പുകൾ പരിസ്ഥിതി സൗഹൃദപരവും ജനപക്ഷത്തു നിന്ന് ഉള്ളതുമാകുമ്പോൾ മാത്രമേ അത് പൂർണ്ണമായ അർത്ഥത്തിൽ വിജയമാകുകയുള്ളൂ. ഇതോടുകൂടി സത്യം പറയട്ടെ പൂർണ്ണമാകും. നമസ്കാരം.